ഹായ് ഗൈസ്, മഴ തോരും മുമ്പേ പ്രമോയിലേക്ക് സ്വാഗതം. അങ്ങനെ അലീനയെയും കൂട്ടി ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ എന്നോട് ഇതൊന്നും പറയാഞ്ഞത് എന്ന്. അതിന് അലീന പറയുന്നത് വീണ്ടും ഒരു വഴക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്ന്. അതിന് ബാലചന്ദ്രൻ ഒരു താക്കീത് പോലെ പറയുന്നു, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന്. അതിനുശേഷം അലീനയെയും കൂട്ടി ബാലചന്ദ്രൻ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ശിവേട്ടനും കമലയും ബബിതയും രോഹിത്തും കൃഷ്ണയും ഒക്കെ ഉണ്ടായിരുന്നു. ബാലചന്ദ്രൻ നേരെ അടുക്കളയിൽ പോയി ചൂലെടുത്തുകൊണ്ട് വന്ന് കമലയോട് ചോദിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ മകളെ അടിച്ചിറക്കാൻ നിനക്ക് ആരാടി അധികാരം തന്നത് എന്ന്. എന്നിട്ട് അടിക്കാൻ ചെല്ലുമ്പോഴേക്കും ഹരി ഓടി തടുക്കാൻ വരുമ്പോൾ ഹരിയുടെ പുറത്തിട്ട് ഒന്ന് കൊടുക്കും. അത് കഴിഞ്ഞ് കമലയ്ക്കും ഒരടിയും കൊടുത്ത് എല്ലാവരെയും പുറത്താക്കുന്നുണ്ട്. കമലയും ഹരിയും ഇനിയും ഇവിടെ നിന്നാൽ അടി കിട്ടുമെന്ന് പേടിച്ച് ഓടി പുറത്തോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് അവസാനം ശിവൻ ഇറങ്ങി പോകുന്നുണ്ട്. അന്നേരം ബാലചന്ദ്രൻ ശിവേട്ടനോട് പറയുന്നത്, താൻ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നാണമില്ലാതെ എൻ്റെ വീട്ടിൽ കയറി വന്ന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഒരു ഉളുപ്പുമില്ലേ എന്ന്. ആകെ നാണം കെട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങുന്നത്. അത് കഴിഞ്ഞ് ബാലചന്ദ്രൻ ബബിതയോടും രോഹിത്തിനോടും ചോദിക്കുന്നുണ്ട്, അച്ഛനെ സ്നേഹിക്കുന്നവർ അച്ഛൻ്റെ കൂടെ നിൽക്കണം, അല്ലാതെ അവരുടെ കൂടെ നിന്ന് ഇവിടെ അലമ്പുണ്ടാക്കാൻ വന്നാൽ വീട് വിട്ടു പോകുന്നതാണ് നല്ലത് എന്ന്. അങ്ങനത്തെ രീതിയിലുള്ള സംസാരം അച്ഛൻ്റെ വായിൽ നിന്നും കേട്ടപ്പോൾ ബാഗും എടുത്ത് രോഹിത്തും ബബിതയും ഇറങ്ങുന്നു. അന്നേരം കൃഷ്ണമോൾ പറയുന്നത്, ഇവിടെ നിന്നും ഇറങ്ങാൻ എളുപ്പമാണ്, പക്ഷെ കയറാനാ പാട് എന്ന്. പിന്നീട് ബാലചന്ദ്രൻ ഐസിയുയിൽ കയറി വൈജയെ കാണുന്നുണ്ട്. വൈജയുടെ മുഖത്തെ മുറിവും കെട്ടും ഒക്കെ കണ്ട് ബാലചന്ദ്രൻ ആകെ വിഷമമാവുന്നു. അന്നേരം അലീന മനുവിനോട് പറയുന്നത്, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ അഭിമാനം സഹിക്കേണ്ടി വന്നത് അച്ഛനാണ്. അച്ഛന് വേണമെങ്കിൽ അമ്മയോട് ഇതൊക്കെ തുറന്നു പറയാമായിരുന്നു. പക്ഷെ അമ്മ ആത്മാഭിമാനം നഷ്ടപ്പെട്ടാൽ ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കില്ല എന്ന് അച്ഛൻ അറിയാം. അതിനാൽ അച്ഛൻ ഇതെല്ലാം ഏറ്റെടുത്തു എന്ന് അലീന സങ്കടത്തോടെ പറഞ്ഞു വിഷമിച്ച് നിൽക്കുന്നു. ഇതാണ് പ്രമോ ആയി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്തും കാണുക. അടുത്ത ഒരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.